ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അശ്വതി. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ പ്രസ്താവന നടത്തും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് പ്രധാനമന്ത്രി സഭയിൽ സംസാരിക്കുന്നത്. ഇതേ വിഷയത്തിൽ ഇന്നലെ ലോക്സഭയിലും ശ്രീ നരേന്ദ്രമോദി പ്രസ്താവന നടത്തിയിരുന്നു. അതേസമയം 2026 ധനകാര്യ ബില്ലിനെക്കുറിച്ചുള്ള ചർച്ച ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. രാജ്യസഭയിൽ 2026 വിനിയോഗ ബില്ലിന്മേൽ ചർച്ച ഇന്നും തുടരും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. പത്രികാ സമർപ്പണം ഇന്നലെ അവസാനിച്ചപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ 2117 പത്രികകളാണ് ലഭിച്ചത്. 1252 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കൂടി ഈ മാസം 26 അവസാനിക്കുന്നതോടെ മത്സരചിത്രം കൂടുതൽ വ്യക്തമാകും. സ്ഥാനാർത്ഥികളെല്ലാം ഇനി പരസ്യ പ്രചാരണത്തിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 140 മണ്ഡലങ്ങളിലേക്കും ഒറ്റഘട്ടമായി അടുത്ത മാസം 9 വോട്ടെടുപ്പ്. മെയ് 4 വോട്ടെണ്ണൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി തിരുവനന്തപുരം ജില്ലയിലെ ആദ്യഘട്ട പരിശീലനം ഇന്ന് ആരംഭിക്കും. മാർച്ച് 26 വരെയാണ് പരിശീലനം. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിനായി അസംബ്ലി ലെവൽ ട്രെയിനർമാർക്കുള്ള പരിശീലനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കൊച്ചി മേഖലാ ഓഫീസിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ലഹരിമരുന്ന് കടത്ത് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതിന് പ്രത്യേക കൺട്രോൾ റൂം രൂപീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിനം വരെ 24 മണിക്കൂറും 0484 2425 321 എന്ന ലാൻഡ് ലൈൻ പ്രവർത്തിക്കും. പശ്ചിമബംഗാളിൽ ആദ്യ സപ്ലിമെന്ററി വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സുപ്രീംകോടതി നിർദ്ദേശങ്ങളെ തുടർന്ന് ജുഡീഷ്യൽ ഓഫീസർമാർ പരാതികൾ തീർപ്പാക്കിയ ശേഷമാണ് വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇതുവരെ 29 ലക്ഷത്തോളം വോട്ടർമാരുടെ പരാതികൾ തീർപ്പാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അതേസമയം ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശീലനവും സംഘടിപ്പിച്ചു. റിട്ടേണിംഗ് ഓഫീസർമാർക്കുള്ള പരിശീലനം നാളെ നടക്കും. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനം പൂർത്തിയായി. ഇതുപ്രകാരം തമിഴ്നാട്ടിൽ AIADMK 178 സീറ്റുകളിലും BJP 27 സീറ്റുകളിലും PMK വിഭാഗം 18 സീറ്റുകളിലും AMMK 11 സീറ്റുകളിലും മത്സരിക്കും. പുതുച്ചേരിയിൽ കോൺഗ്രസ് 16 സീറ്റുകളിൽ മത്സരിക്കും. ബാക്കി 14 സീറ്റുകളിൽ DMKയാണ് ജനവിധി തേടുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആഗോള എണ്ണവില നിയന്ത്രിക്കുന്നതിനായി ഇറാനുമേലുള്ള ഉപരോധം താൽക്കാലികമായി നീക്കം ചെയ്യാനുള്ള അമേരിക്കയുടെ തീരുമാനത്തെ ന്യായീകരിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിപണിയിൽ എണ്ണയുടെ ലഭ്യത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കമെന്ന് ഫ്ലോറിഡയിൽ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു. കടലിൽ കുടുങ്ങിക്കിടക്കുന്ന എണ്ണ വിപണിയിലെത്തുന്നത് ആഗോള ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുമെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫ്. ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധമാണെന്നും ഒരു ഇറാനിയൻ നേതാവുമായി US പ്രതിനിധികൾ സംസാരിക്കുകയാണെന്നുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ അദ്ദേഹം പൂർണ്ണമായും തള്ളി. എണ്ണ വിപണിയെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റാനാണ് അമേരിക്ക ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് ലോക ക്ഷയരോഗ ദിനം. ക്ഷയരോഗം ഉയർത്തുന്ന ആഗോള വെല്ലുവിളികളെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. അതെ, നമുക്ക് ക്ഷയരോഗത്തെ അവസാനിപ്പിക്കാം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. നേരത്തെയുള്ള രോഗനിർണയം, സൌജന്യ ചികിത്സ, പോഷകാഹാര സഹായം, രോഗീ പരിചരണം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് നമുക്ക് സാധിച്ചതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ക്ഷയരോഗം എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതിന് ദൃഢനിശ്ചയത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ എല്ലാ ജനങ്ങളോടും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. കൊളംബിയയിൽ സൈനിക വിമാനം തകർന്ന് 66 മരണം. നിരവധി പേരെ രക്ഷപ്പെടുത്തി. സൈനികരുമായി പറന്നുയർന്ന വിമാനം തകർന്നാണ് അപകടമുണ്ടായതെന്ന് കൊളംബിയൻ പ്രതിരോധ മന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദേശീയ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കമാകും. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ നടക്കുന്ന 2 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ 97 വനിതകൾ ഉൾപ്പെടെ 278 പേർ പങ്കെടുക്കും. രാജ്യത്തെ ഇൻഡോർ അത്ലറ്റിക്സ് ശക്തിപ്പെടുത്തുകയാണ് ചാമ്പ്യൻഷിപ്പിന്റെ ലക്ഷ്യം. കായികമേള നാളെ സമാപിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 951 പോയിന്റ് നേട്ടത്തിൽ 73,655-ലും നിഫ്റ്റി 307 പോയിന്റ് ഉയർന്ന് 22,823-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,160 രൂപ കുറഞ്ഞ് 1,02,920 രൂപയും ഗ്രാമിന് 12,865 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഈ മാസം 26 വരെ പകൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. താപനില ഉയരുന്നത് മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സ്വയം പ്രതിരോധം വളരെ പ്രധാനമാണ്. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും DMO അറിയിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ ഈ വർഷത്തെ സ്വാതിതിരുനാൾ സംഗീതോത്സവത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് 6 മണിക്ക് സ്വാതിതിരുനാൾ സംഗീത കോളേജിൽ 3 ദിവസത്തെ സംഗീതോത്സവം ആരംഭിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.